നബിയോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാം. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. ഇങ്ങനത്തെ വെല്ലുവിളിപ്പങ്ങൾ എവിടെയാ കാണരുത്? കള്ളുഷാപ്പിന്റെ മുമ്പിൽ കൊണ്ടുപോടാ അങ്ങോട്ട്, ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോടാ അങ്ങോട്ട്, കുടിച്ച് പിപ്പിരിയായിട്ട്. ഇതൊരു പണ്ഡിതനാ പറയുന്നത്. കണ്ടോ, മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാന്ന് കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞിട്ട് മുവഹിദുകളെ ശിർക്കിലേക്ക് നയിക്കുകയാണോ? എന്നെ കുറിച്ചാ പറയുന്നത്. കേട്ടോ, ഇത് എവിടുന്നറിയോ? എടവണ്ണ ജാമ്യയിൽ രാത്രി 12-ക്ക് ഞാൻ എന്റെ വീട്ടിലിരുന്ന് ബൈലക്സിൽ ഇങ്ങനെ കേൾക്കാം. നട്ടപ്പാതിരാക്ക് ആരുമില്ലല്ലോ, ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കല്ലേ, കൊണ്ടുപോടാ അങ്ങോട്ട്, ധൈര്യം ഉണ്ടെങ്കിൽ. ആരുമില്ല, മൂപ്പര മുരീദന്മാര് മാത്രമല്ലേ ഉള്ളൂ. പച്ച നുണ പറഞ്ഞിട്ട്. അപ്പൊ എന്തിനാറിയോ? ഞാൻ ശിർക്കിലേക്ക് പോയി, അതിന് മൂപ്പർക്ക് വമ്പിച്ച രോഷമുണ്ട് എന്ന് കൗൺസിലർമാരെയും മുജാഹിദ് പ്രവർത്തകരെ ധരിപ്പിക്കാണ്. കാരണം അതിന് കഴിഞ്ഞ് 2-ാം ദിവസം കൗൺസിൽ നടക്കാണ്. അവിടെ ആളുകൾ ചോദിക്കൂലേ എന്തിനെ പുറത്താക്കി? ഇതൊക്കെ കേട്ടാപ്പോ മൂപ്പർക്ക് എന്തൊരു സങ്കടം കണ്ടോ, മൂപ്പർക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. സക്കരിയാസനായി ശിർക്കിലേക്ക് നല്ല അഭിനയ, സൂപ്പർ സ്റ്റാർ അഭിനേതാവാ. ചീറേണ്ടോടത്ത് ചീറും, കരയേണ്ടോടത്ത് കരയും. കണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കൂ. ആരാ അവിടെ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കാൻ വേണ്ടി ഹദീദ് കൊണ്ടുവന്നത്? ഈ ദുർബല ഹദീദ് കൊണ്ടുവന്നത് ആരാ? ഖുബൂരികളാണ്. നമ്മളതിന് പണ്ടേ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുത്തിപ്പൊക്കിയതാരാ? മടവൂർ വിഭാഗമാണ്. അതിനും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ പേരിൽ ശിർക്കാരോപിക്കാൻ ഇവര് കൊണ്ടുവരിക. സക്കരിയാസലായി കൊണ്ടുവന്നതല്ലാതെ. ഞാനൊരു മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞ ഒരു ക്ലിപ്പെങ്കിലും ഇവർക്ക് കാണിക്കാൻ സാധിക്കോ?